തുരുത്തുനിവാസികളുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇവർ അനുഭവിക്കുന്ന ദുരിതം കൂടിയാണ്. കുറെ ദിവസമായി വെള്ളം മുടങ്ങിയിട്ടില്ലേ? ഒരു 10 മാസം കൂടുതൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടായിരുന്നു. 2-3 കൊല്ലം ഞങ്ങൾക്ക് വെള്ളം ഇല്ല. ഞങ്ങൾക്ക് ദുരിതമായിട്ടിരിക്കുക. ഡെയിലി വെള്ളമില്ലാതെ പൊട്ടി വെള്ളം ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക. വെള്ളം കിട്ടുന്നില്ല. ഈ തുരുത്തുവാസികൾ വെള്ളം ഇല്ലാതെ മരിച്ചു പോത്തുള്ളൂ. ഇവരുടെ എല്ലാം പ്രശ്നം ഈ കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഇന്ന് സിന്ധുവും മകനും കൂടി ഈ മത്സ്യബന്ധനത്തിന് ശേഷം ഈ വള്ളത്തിൽ ആ ഭാഗത്തേക്ക് നീങ്ങിയത്. പക്ഷേ ഈ യാദൃശ്ചികമായി അവിടെ വെച്ച് ഈ അപകടം സംഭവിക്കുകയായിരുന്നു. വേലിയിറക്ക സമയമാണ്. ഇതിനിടയിലാണ് ഈ വള്ളം മറിയുകയും അപകടം സംഭവിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ സിന്ധുവിനെ രക്ഷപ്പെടുത്താൻ മകൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല എന്നുള്ളതാണ് അയാൾ തന്നെ അത് വ്യക്തമാക്കുന്നത്. എന്തായാലും സിന്ധുവിന്റെ മരണം ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സംഭവിച്ചിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആശുപത്രിക്കുള്ളിൽ നടക്കുകയാണ്. ഈ തുരുത്ത നിവാസികളുടെ കുടിവെള്ള പ്രശ്നം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി മുന്നോട്ട് വരുന്നതാണ്. പക്ഷേ ഇത് പകരം ബദൽ സംവിധാനം കൃത്യമായ രീതിയിൽ അത് ആവശ്യമുള്ള രീതിയിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഇതുവരെ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റേഷൻ പോലെയാണ് അവർക്ക് വെള്ളം ഇപ്പോഴും കിട്ടുന്നത്. കഴിയുന്ന ആളുകൾക്ക് അവർക്ക് കുടിവെള്ളം കിട്ടാതായിട്ട് ദിവസങ്ങളായി ഇതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനവും അവർ ഒരുക്കിയിട്ടില്ല എന്നാണോ നമുക്ക് മനസ്സിലാകുന്നത്? അവർ കൃത്യമായി ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ വെള്ളം റേഷൻ പോലെ, അതായത് ഒരു കുടുംബത്തിന് ആവശ്യമായ വെള്ളം ഇവർക്ക് മുമ്പിലേക്ക് എത്തുന്നില്ല. പകരം കുറഞ്ഞ തോതിലാണ് ഈ വെള്ളം പലപ്പോഴും എത്തുന്നത്. അത് ആവശ്യത്തിനധികം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെയാണ് പലപ്പോഴും ഇവർ അടുത്തുള്ള സമീപത്തെ പ്ലാന്റുകളിലടക്കം പോയി ഈ വെള്ളം ശേഖരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നത്. ഇന്നും അതുപോലെ തന്നെ സിന്ധുവും മകനും കൂടി വെള്ളമെടുക്കാൻ പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. അത് സിന്ധുവിന്റെ മാത്രമല്ല, അവിടെ തുരുത്തിലെ എല്ലാവരും ഇതേ രീതിയിൽ വെള്ളം ശേഖരിക്കുന്നു. അടുത്തുള്ള പ്ലാന്റുകളിൽ പോയാണ് ആവശ്യത്തിന് കുടിവെള്ളമടക്കം ശേഖരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സിന്ധുവിന്റെ ബന്ധു കൂടിയാണ് അല്ലേ? എന്താണ് നേരത്തെ ഇത് തന്നെയാണോ ഈ വെള്ളത്തിൽ പോയാണോ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഒരു 8 ദിവസം കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് ഈ ശവറയിലെ പാലത്തിൽ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 8 ദിവസമായി, ഏകദേശം 8 ദിവസം ഈ വെള്ളം ഞങ്ങൾ ഇങ്ങനെ വള്ളത്തിൽ കുഞ്ഞു വെള്ളം സാധ്യതയാണെന്ന് അറിയാം, നല്ല രീതിക്ക് അറിയാം. പക്ഷെ നമ്മൾ ജീവിക്കാൻ നമുക്ക് അത്യാവശ്യം വെള്ളം കൈകാര്യം ചെയ്യാനുള്ള വെള്ളം വേണ്ടേ? അതിനുവേണ്ടിയാണ് 5-6 പാത്രങ്ങൾ എടുത്തു വെച്ചിട്ട് കൊച്ചുവെള്ളത്തിൽ അത്യാവശ്യം അന്നന്ന് ദിവസത്തേക്കുള്ള വെള്ളമേ നമുക്ക് കൈകാര്യം ചെയ്യാൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോകാനായിട്ട് വന്ന വഴിയാണ് വള്ളത്തിൽ വെള്ളം എടുത്തോണ്ട് വരുമ്പോൾ വെള്ളവും നിറഞ്ഞ് കുഞ്ഞു വെള്ളമായതിന്റെ പുറത്ത് ബോട്ടിൽ ചെന്ന് ഒഴുക്കിൽ ചെന്ന് അടിച്ച് വെള്ളം കമന്നാണ് ആള് ബോട്ടിനടിയിലോട്ടായി പോയത്. അപ്പോഴത്തേക്ക് ഒരു കൈ കിട്ടിയത് കൊണ്ട് നമുക്ക് ആളെ പൊക്കിയെടുത്ത് നമ്മുടെ വള്ളത്തിലിടാം. കടത്തുവെള്ളത്തിൽ ചെന്നാണ് കടത്തുവെള്ളത്തിൽ പാമ്പ് എന്റെ മോൻ പള്ളിയിൽ മോൻ ചെന്നാണ് കടത്തുവെള്ളത്തിൽ നിന്നോണ്ട് പിടിച്ചെടുത്ത് എല്ലാം ഇങ്ങനെ ഈ വള്ളങ്ങളിൽ പോയാണ് കുടിവെള്ളം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വെള്ളം പൈപ്പ് ലൈനിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ മാർഗ്ഗമുള്ളൂ, പ്ലാന്റുകളിൽ പോയി വെള്ളം എടുക്കാനുള്ള മാർഗ്ഗമുള്ളൂ. അല്ലാതെ ഇപ്പം സുരക്ഷ നമുക്ക് ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് ആഹാരം പരിപാലിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അന്നേരം നമ്മൾ നമ്മുടെ സുരക്ഷയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് അന്നന്ന് ദിവസം നമുക്ക് കഴിഞ്ഞു പോകണം, ആ ഒരു രീതി വെച്ചിട്ടാണ്. പക്ഷെ ഇത് ഞാനൊരു കാര്യം പറയാം, ഇത്രയും ദിവസം ഈ തുരുത്തിരി വെള്ളം ഇല്ലാതായിട്ട് സർക്കാരിന്റെ അനാവസ്ഥയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. ഇത്രയും ദിവസമൊക്കെ എടുത്ത് ഈ പൈപ്പ് ലൈൻ ശരിയാക്കാതെ ഇട്ടേക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള തുരുത്ത് ജനത്തിൽ താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? അമ്മയൊക്കെ ഇതേ രീതിയിലാണോ? ഇതേ തന്നെ ഞങ്ങളുടെ രീതിയല്ല. ഇതെന്റെ ചേട്ടത്തിയുടെ മോളാ. എനിക്കും വെള്ളമില്ലാതെ ഞാൻ വെള്ളം എടുക്കാനായിട്ട് അവള് വെള്ളം കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്കും വെള്ളം കൊണ്ട് തരാമെന്ന് പറഞ്ഞതാ. അന്നേരം ഇത് സംഭവിച്ചത്. കുഞ്ഞമ്മ ഇത് ഞാൻ പോയി കൊണ്ടുവന്നിട്ട് കുഞ്ഞമ്മയ്ക്ക് വെള്ളം കൊണ്ട് തരാമെന്നും പറഞ്ഞാ മോള് പോയത്. കൊച്ചു വെള്ളമായോണ്ട് ഞങ്ങൾ പാത്രം ഒന്നും വെച്ചു കൊടുത്തില്ല. 2 പാത്രം മോള് കൊണ്ടുപോയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, മോള് ഈ പാത്രത്തിൽ എടുത്തോണ്ടു, പിന്നെ വന്നിട്ട് എനിക്ക് എടുത്ത് തന്നാ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എന്റെ മോളെ വിട്ടത് എന്റെ ചേട്ടത്തിന്റെ മോളായി. ശരി അരുൺ, ഇത് ഈ പുത്തൻതുരുത്ത് നിവാസികൾ അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, അവരുടെ കൈവശം ആദ്യം റേഷൻ പോലെ വെള്ളം കിട്ടുന്നു, ഒരു സംവിധാനവും അവർക്ക് ഒരുക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ദുരന്തമുണ്ടായത്. കുടിവെള്ളം എടുക്കാൻ വേണ്ടി വള്ളത്തിൽ പോയ യുവതിയാണ് വള്ളം മറിഞ്ഞു മരിച്ചത്. പുത്തൻതുരുത്ത് സ്വദേശിനി സിന്ധുവിന്റെ ബന്ധുക്കളാണ് ഇപ്പോൾ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.